ഇന്ന് ഞാൻ അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ് ഹെയ്ലിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എയർ കംപ്രസർ. ഇതിൻ്റെ പവർ കൺസംഷൻ അല്ലെങ്കിൽ വാട്ടേജ് വരുന്നത് 25 വാട്ട്സ് ആണ്. ഞാൻ പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ 2200 പ്രൈസ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ എയർ കംപ്രസർ? നമുക്കറിയാവുന്നത് എയർ പമ്പുകളാണ്. അപ്പോൾ നമ്മുടെ എയർ പമ്പുകളും എയർ കംപ്രസറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പമ്പുകൾ യൂസ് ചെയ്യുന്നത് ഡയഫ്രം സിസ്റ്റമാണ്. അതേസമയം ഇത്തരത്തിലുള്ള എയർ കംപ്രസറുകൾ യൂസ് ചെയ്യുന്നത് പിസ്റ്റൺ സിസ്റ്റമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. എയർ പമ്പ് ആണെങ്കിലും എയർ കംപ്രസർ ആണെങ്കിലും ഇതുപോലെ ഔട്ട്ലെറ്റ് കൊടുത്ത് ഔട്ട്ലെറ്റിൽ നിന്ന് എയർ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ചെറിയ ഫിഷ് ടാങ്കുകളിലൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ എയർ പമ്പുകൾ യൂസ് ചെയ്യാം. വലിയ കുളങ്ങൾ, അതായത് കൃഷിയൊക്കെ ചെയ്യുന്ന ഇപ്പോൾ തിലാപ്പിയ പോലുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന വലിയ കുളങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ പമ്പുകൾ തന്നെ വരുന്നുണ്ട് വലിയ സൈസ്. ഈ ഹെയ്ലിയയുടെ തന്നെ വലിയ HAP എന്ന് പറയുന്ന സീരീസിൻ്റെയൊക്കെ വലിയ എയർ പമ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈവായിട്ട് ഞാനിതൊരു ഒരു ഫാമിലും കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുമ്പ് ഒരു ഫാം വിസിറ്റ് ചെയ്ത സമയത്ത് അവരവിടെ യൂസ് ചെയ്തിരുന്നത് ഈ ഹെയ്ലിയയുടെ തന്നെ വലിയ എയർ പമ്പുകളാണ്, എയർ കംപ്രസർ അല്ല. അപ്പോൾ ഈ കാണുന്നത് എയർ കംപ്രസറാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പിസ്റ്റൺ സിസ്റ്റമാണ്. അതായത് ഒരു ഔട്ട്ലെറ്റ് വഴി എയർ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ഒരു പിസ്റ്റൺ വഴി അത് എയർ കംപ്രസ് ചെയ്ത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. എയർ പമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എയർ കംപ്രസറുടെ പ്രഷർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല വലിയ ഏരിയയിലുള്ള കുളങ്ങളിലും അതിന് ഡെപ്തിലേക്കൊക്കെ നല്ല രീതിയിൽ എയറേഷൻ വേണമെന്നുണ്ടെങ്കിൽ എയർ കംപ്രസറുകളാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത്. അതുപോലെ നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ഫിഷ് ടാങ്കുകൾ, പോണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ദൂരത്തേക്ക് നമുക്ക് എയർ ട്യൂബൊക്കെ വലിക്കേണ്ടി വരും. അങ്ങനെ നേരത്തെ കാണിച്ച ആ ഒരു മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റുകൾ വഴി നമുക്ക് നല്ല നീളത്തിലുള്ള കണക്ഷൻസ് എടുക്കാൻ പറ്റും. ഒട്ടും പ്രഷർ കുറയാതെ, അതായത് എയർ പ്രഷർ കുറയാതെ തന്നെ നല്ല ലെങ്ത്തിൽ നമുക്ക് എയർ ട്യൂബ് വലിച്ചിട്ട് നമുക്ക് വലിയ സ്പേസിലേക്ക് സ്പ്രെഡ് ചെയ്തിടാനായിട്ട് പറ്റും മൾട്ടിപ്പിൾ കണക്ഷൻസ് വഴി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ നോസിലേക്കാണ് നമ്മളൊരു ചെറിയ ഹോസ് കണക്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റ് ഇതുപോലെ സ്പ്ലിറ്ററിലേക്ക് കണക്ട് ചെയ്ത് സ്പ്ലിറ്റേഴ്സ് വഴി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഒരേ സമയം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സ്പോഞ്ച് ഫിൽറ്ററിലേക്കും എയർ സ്റ്റോണിലേക്കൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ മോഡൽ നമ്പർ ACO 208 എന്നാണ്. ഹെയ്ലിയ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. വളരെ വീതി കൂടിയ വിശാലമായിട്ടുള്ള ടാങ്കുകൾ അല്ലെങ്കിൽ ഡെപ്ത് കൂടിയ ടാങ്കുകളുടെ എല്ലാ ഭാഗത്തേക്കും എയറേഷൻ കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള എയർ കംപ്രസറുകൾ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ പമ്പുകളാണ് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ളത്. എയർ കംപ്രസറുകളുടെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. പിന്നെ ഏതാണ് ലോങ് ലാസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ കംപ്രസറുകളാണ് ലോങ് ലാസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. കാരണം മെറ്റൽ പിസ്റ്റൺ സിസ്റ്റമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതേസമയം എയർ പമ്പുകളിൽ യൂസ് ചെയ്യുന്നത് മറ്റേ റബ്ബർ ഡയഫ്രം സിസ്റ്റമാണ്. അത് കുറേ നാൾ കഴിയുമ്പോൾ കേടായി പോകും. ഈ ഒരു എയർ പമ്പുകളുടെ ഡയഫ്രം സിസ്റ്റം എന്ന് പറയുന്നത് എയർ പമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ കംപ്രസറുകൾ പവർ കൺസംഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ വാട്ടേജ് കൂടുതലായിരിക്കും. എയർ കംപ്രസറുകൾ സൈസ് കുറവും ഹൈ പെർഫോമൻസും ആണ്. അതേസമയം എയർ പമ്പുകൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വലുതുമാണ്, പെർഫോമൻസ് കുറവുമാണ്. നല്ല ആഴമുള്ള ടാങ്കുകളിൽ 100% റെക്കമെൻഡ് ചെയ്യുന്നത് എയർ കംപ്രസേഴ്സ് ആണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സെറ്റപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ ടാങ്കുകളിലൊക്കെ എയർ പമ്പുകൾ യൂസ് ചെയ്യാം. അതേസമയം ടാങ്കുകളുടെ എണ്ണം കൂടുതലാണ്, നല്ല ഡെപ്ത് കൂടിയ ടാങ്കുകളാണ്, എയർ ട്യൂബ് നമുക്ക് നല്ല ഡിസ്റ്റൻസിലൊക്കെ വലിക്കണമെന്നുണ്ടെങ്കിൽ എയർ കംപ്രസറുകളാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. എയർ പമ്പുകളുടെ പോലെ തന്നെ എയർ കംപ്രസറുകളും പല വാട്ടേജിൽ ഇറങ്ങുന്നുണ്ട്.